അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പാവം മീനുകൾക്ക് കഴിക്കാൻ ചൂണ്ടയിൽ കൊളുത്തി ആഹാരമിട്ട് കൊടുക്കുകയായിരുന്നു കണ്ടൻ. അപ്പോഴാണ് ആകാശത്ത് വലിയൊരു ഇഡ്ഡലിക്കുട്ടവും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറെ കാലത്തിന് ശേഷം ഇഡ്ഡലി കഴിക്കാം എന്ന ആഗ്രഹത്തോടെ അവൻ കുട്ടുവത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു. കുട്ടുവത്തിനുള്ളിൽ നിന്നും ക്രേസി ഫ്രോഗ് ഇറങ്ങി വരുന്നത് കണ്ട് കണ്ടന്റെ കിളിപോയി. കണ്ടയുടൻ ക്രേസി ഫ്രോഗ് കണ്ടന് ദസ്തഹാനം നസ്തനേരം പണ്ടാന്റെ പേര് ഹസ്തദാനം കൊടുത്തു. ഡോളിയിൽ നിന്നും മനസ്സ് വായിക്കാനുള്ള അറിവ് പകർന്നു കിട്ടിയ കണ്ടൻ ഫ്രോഗപ്പന്റെ മനസ്സിലുള്ള കോഴിപിരട്ട്, മത്തി പൊരിച്ചത്, എരിശ്ശേരി, ബാക്കിയൊന്നിന്റെ പേരും അറിയില്ല, എന്നാ ഓലൻ, കാളൻ ഇവയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ ബൈക്കിൽ കയറിയപ്പോൾ തന്റെ വാലിന്റെ പുറത്ത് ഫ്രോഗപ്പൻ ഇരുന്നത് ഒട്ടും ശരിയായില്ലെന്ന് കണ്ടൻ പറഞ്ഞു. എന്നാൽ അവൻ പാവം കണ്ടനെ ബോഡി ഷേമിംഗ് ചെയ്ത് തടിയ എന്ന് വിളിച്ചു കളിയാക്കി. പക്ഷെ നല്ലവനായ കണ്ടൻ അവന് പാട്ട് കേൾക്കാൻ റേഡിയോ കൊണ്ടുകൊടുത്തു. മദ്യപിച്ച് മധുവന്മത്തനായിരുന്ന ഫ്രോഗപ്പൻ ഇവിടെ ഫ്ലാറ്റായി. അവന്റെ നേരെ നിർത്തുവാനായി കണ്ടൻ ഒരു മരത്തിന്റെ സഹായത്തോടെ അവനെ കെട്ടിവെച്ചു. എന്നിട്ട് ഫ്രോഗപ്പന്റെ കൂട്ടുകാരൻ കണവ കേശവനെ വിവരമറിയിച്ചു. ഫ്രോഗപ്പനേക്കാൾ വലിയ കള്ളുകുടിയനായിരുന്ന കണവ കേശവൻ 16 കാലിൽ ആടി ആടി അടുത്ത ഇഡ്ഡലി കുട്ടുവത്തിൽ കണ്ടനെ കാണുവാനായി പറന്നു വന്നു. അവന്റെ ഇഡ്ഡലി താഴെ വീണു തകരാതിരിക്കാനായി കണ്ടൻ ആകാശത്ത് വച്ച് തന്നെ അതിനെ തകർത്ത് കണവ കേശവനെ പുറത്തിറക്കി രക്ഷിച്ചു. നേരെ നിൽക്കാനാകാത്തതുകൊണ്ട് മരത്തിൽ കെട്ടിവെച്ച് 2 പേർക്കും ചൂട് കായാൻ തീയിട്ടു കൊടുത്തു. എന്നിട്ട് അവർക്ക് ഹോട്ട് ഓയിൽ മസാജും കണ്ടൻ ചെയ്തു കൊടുത്തു. നോക്കൂ എത്ര നല്ലവനാണ് കണ്ടനെന്ന്. എന്നിട്ടും അവർക്ക് വേണ്ടി ആഹാരം പോലും പാകം ചെയ്തു കൊടുത്ത കണ്ടനെ ആളുകൾ വെറുതെ തെറ്റിദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ വെറും AI ആണ് ട്ടോ. നിങ്ങൾ വെറുതെ വിശ്വസിക്കണ്ട.